108-ാം വയസ്സിൽ സാക്ഷരയായ ഇടുക്കിയിലെ കമലക്കണ്ണിയമ്മ അന്തരിച്ചു. 110-ാം വയസ്സിലാണ് വണ്ടൻതോട് സ്വദേശിയായ അമ്മൂമ്മ യാത്രയായത്. സിനിമാ കഥ പോലെ സംഭവ ബഹുലമായിരുന്ന ജീവിതം. അച്ഛൻ വേട്ടയ്യൻ കങ്കാണിക്കൊപ്പം തമിഴ്നാട്ടിലെ കമ്പത്ത് നിന്ന് 15-ാം വയസ്സിലാണ് ഇടുക്കിയിലേക്ക് കമല മല കയറിയെത്തുന്നത്. ബ്രിട്ടീഷ് ഭരണകാലം. തേയിലക്കൊളുന്ത് നുള്ളുന്ന ജോലിയായിരുന്നു ആദ്യം. ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥതയിലുള്ള നിരവധി വിവിധ തോട്ടങ്ങളിൽ ജോലി ചെയ്തു. അച്ഛൻ റിട്ടയർ ആയതോടെ ഭർത്താവ് ശങ്കറിനൊപ്പം ഏലത്തോട്ടങ്ങളിൽ ജോലിക്ക് പോയി. ഇടുക്കിയിലെ സാധാരണ തൊഴിലാളി കുടുംബങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചായിരുന്നു കമലക്കണ്ണിയമ്മയുടെയും ജീവിതം. നാടൻ പാട്ടുകളും തനത് നൃത്തശൈലികളുമൊക്കെയായി ജീവിതം എപ്പോഴും ആഘോഷമാക്കാൻ ഈ അമ്മ ശ്രമിച്ചിരുന്നു. സ്വന്തം പേരെങ്കിലും എഴുതാൻ സാധിക്കണമെന്ന അതിയായ ആഗ്രഹമാണ് 108-ാം വയസ്സിൽ സാക്ഷരതാ ക്ലാസ്സിലേക്ക് കമലക്കണ്ണിയമ്മയെ എത്തിച്ചത്. കേന്ദ്രാവിഷ്കൃത സാക്ഷരതാ പദ്ധതിയായ PLA പദ്ധതിയിലൂടെയാണ് അക്ഷരാഭ്യാസം നേടിയത്. സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന പഠിതാവായിരുന്നു ഇവർ. ഭക്ഷണക്രമത്തിലും ദൈനംദിന പ്രവൃത്തികളിലും കൃത്യത പുലർത്തിയിരുന്നു അവർ. രാവിലെ 1/2 ലിറ്റർ വെള്ളം, പിന്നീട് അരമണിക്കൂർ കഴിഞ്ഞ് തേനിൽ ചാലിച്ച കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഭക്ഷണം, 8 മണിക്ക് മുൻപ് പ്രഭാത ഭക്ഷണം. ഇങ്ങനെയായിരുന്നു ഭക്ഷണക്രമം. പച്ചക്കറികളിൽ ചീരയായിരുന്നു ഏറെ ഇഷ്ടം. അതിനാൽ വാർദ്ധക്യത്തിന്റെ നേരിയ അവശതകൾ അല്ലാതെ കാര്യമായ അസുഖങ്ങളൊന്നും ബാധിച്ചില്ല. ഭർത്താവിന്റെ മരണശേഷം വണ്ടൻമേട് ഇഞ്ചപ്പടപ്പിൽ ഇളയ മകൻ ചെല്ലദുരൈക്കൊപ്പമായിരുന്നു താമസം. ചിന്നത്തായി, രാജ് എന്നിവരാണ് മറ്റു മക്കൾ. അക്ഷരമധുരം നുണയാൻ പ്രായം ഒരു തടസ്സമല്ലെന്ന സന്ദേശം ബാക്കിയാക്കിയാണ് കമലക്കണ്ണിയമ്മ യാത്രയാകുന്നത്. ന്യൂസ് 18 ഇടുക്കി.